കോഴിക്കോട് കട്ടിപ്പാറയിലെ പ്രതിസന്ധിക്ക് കാരണം ഫ്രഷ് കട്ട് അറവു മാലിന്യ പ്ലാന്റിലേക്ക് എത്തുന്ന അധിക മാലിന്യം 30 ടൺ സംസ്കരണ ശേഷിയുള്ള പ്ലാന്റിലേക്ക് എത്തുന്നത് ഇരട്ടിയിലധികം അറവു മാലിന്യമാണ്. ഇതിന്റെ അളവ് കുറയ്ക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ജില്ലയിൽ മറ്റൊരു പ്ലാന്റ് ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് പ്ലാന്റിലെത്തുന്ന അറവു മാലിന്യത്തിന്റെ അളവിനെ കുറിച്ച് ഫ്രഷ് കട്ട് അധികൃതർ തന്നെ പറയുന്നത് ഇങ്ങനെ: നമ്മൾ നോർമലി പ്ലാന്റിൽ ചെയ്യുന്നത് 23 to 33 ടൺസ് വരെ ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കളക്ടറുടെ ഒരു ഇത് വന്നിട്ടുണ്ട്, പ്ലാന്റിൽ ബാക്കിയുള്ള പരിപാടികൾ തീർന്നവരെ 25 ടൺസിന്റെ ബിലോ ആക്കണം എന്നുള്ളത്. അപ്പോൾ 25 ടൺസ് ബിലോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ദിവസേന 80 ടണ്ണിലധികം അറവു മാലിന്യം ഉത്പാദിപ്പിക്കുന്നുവെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക്. ബാക്കിയുള്ള മാലിന്യം എവിടേക്ക് പോകുന്നു? ജില്ലയിലാകെയുള്ളത് ഒരു അറവു മാലിന്യ സംസ്കരണ കേന്ദ്രം മാത്രമാണ്. അതിനാൽ ദിവസേന ഉൽപ്പാദിപ്പിക്കുന്ന 80 ടണ്ണിൽ ഭൂരിഭാഗവും ഫ്രഷ് കട്ടിലേക്ക് തന്നെ എത്തുന്നു എന്ന് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കട്ടിപ്പാറയിലെ പ്ലാന്റിലേക്ക് എത്തുന്ന ഈ അധിക മാലിന്യമാണ് ഇവിടുത്തെ ജനങ്ങളെ മൂക്ക് പൊത്തി ജീവിക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതിഷേധം കണക്കിലെടുത്ത് പ്ലാന്റിലേക്ക് എത്തിക്കുന്ന അറവു മാലിന്യത്തിന്റെ അളവ് കുറക്കാൻ കലക്ടർ നിർദ്ദേശം നൽകി. മാർച്ച് 1 മുതൽ 20 മുതൽ 25 ടൺ വരെ അഴുകാത്ത മാലിന്യമായിരിക്കും ഫ്രഷ് കട്ടിലെത്തുക. ബാക്കി 10 മുതൽ 15 ടൺ വരെ അയൽ ജില്ലയിലേക്ക് കൊണ്ടുപോകാനും തീരുമാനമായി. 25 ടൺ വരെ മാത്രം മാലിന്യം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. എന്നാൽ ജില്ലയിൽ മറ്റു പ്ലാന്റുകൾ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കി വികേന്ദ്രീകരണം നടത്താൻ ജില്ലാ ഭരണകൂടം തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ക്യാമറമാൻ ഷബീർ ഖലീലിനൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.